ആരുമില്ല. ഒറ്റയ്ക്ക് ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തു നിന്നത്. പേടിക്കണ്ട പാർവതി, ഇത് ഞാനാ. ഞാൻ കഴിക്കാനിരുന്നതാ. പക്ഷെ കഴിക്കാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. കരയുന്ന പാർവതിയുടെ മുഖം തന്നെ മനസ്സിൽ. പാർവതിയും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇത് കഴിക്കേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഈ അവസ്ഥയിൽ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും പാർവതിയുടെ മനസ്സിൽ. ഞാനുണ്ട് പാറു, പാറുവിന് ഞാനുണ്ട്. പാറുന്ന ഞാൻ വിളിച്ചത്. അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേണ്ടപ്പെട്ടവർ മാത്രമല്ലേ പാറുന്ന് വിളിക്കാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ എന്റെ നാവിൽ വന്നത്. ഇത് കഴിക്കു പാറു. എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ല, തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. എന്നാ കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക് പാറു. നന്ദൻ പോയിക്കോളൂ, എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം. ഈ അവസ്ഥയിൽ പാർവതിയെ തനിച്ചാക്കിട്ട് ഞാൻ പോകാനോ? കണ്ണടച്ച തലയ്ക്ക് അടിയേറ്റ് നിലവിളിക്കുന്ന പ്രിയഞ്ചേട്ടന്റെ മുഖം മനസ്സിൽ വരുന്നത്. അത് തന്നെ ഓർത്തോണ്ടിരിക്കുന്നതുകൊണ്ടാ. ഒറ്റയ്ക്കിരുന്ന ആ ഓർമ്മകളിൽ നിന്ന് പാറുവിന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവണം. ഞാനുണ്ടാവും. പാറുവിന്റെ അടുത്ത് തന്നെ ഞാനുണ്ടാവും. പാർവതി, പാർവതി ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ എവിടൊക്കെ നോക്കിയെന്നറിയോ? പാർവതി പുറത്തു പോയില്ലെന്ന് സെക്യൂരിറ്റി പറഞ്ഞതുകൊണ്ടാ ഞാൻ അന്വേഷിച്ച് ഇവിടെ വന്നത്. കമ്പനി ടൈം കഴിഞ്ഞല്ലോ. പാർവതി എന്താ ഹോസ്റ്റലിലേക്ക് പോകത്തെ? സമയം പോകുന്നൊന്നും ഞാൻ അറിയുന്നില്ല കൈലാഷ് സർ. ചുറ്റും നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. കണ്ണില് പ്രിയഞ്ചേട്ടന്റെ ആ രൂപം. അല്ല, നന്ദനെന്താ ഇവിടെ? ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴാ പാർവതി ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടത്. ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. കുറച്ച് വെള്ളവും സ്നാക്സും കൊടുക്കാൻ വന്നതാ. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും ഇവള് കഴിക്കുന്നില്ല. എന്നാ നിങ്ങൾ സംസാരിച്ചേക്ക്. ശരി. പാർവതി, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോഴും നീ ഇങ്ങനെയായിരുന്നു. എനിക്കത് സംഭവിച്ചത് നീ കാരണമാണെന്ന കുറ്റബോധമായിരുന്നു നിനക്ക്. പ്രിയന് അപകടം ഉണ്ടായതും നീ കാരണമാണെന്ന് തോന്നലുള്ളതുകൊണ്ടാ നിനക്ക് സമാധാനമില്ലാത്തത്. പ്രിയന്റെ അമ്മ നിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയുകയും ചെയ്തല്ലോ. പ്രിയൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന പേടിയല്ലേ നിനക്ക്? പേടിക്കേണ്ട പാർവതി, പ്രിയനൊന്നുമില്ല. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. പ്രിയൻ കണ്ണു പറഞ്ഞു. സത്യമാണോ പറഞ്ഞത്? അതോ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ? അല്ല പാർവതി, ഞാൻ സത്യം പറഞ്ഞത്. എന്റെ കൃഷ്ണ, എന്നാലും പോയിക്കോട്ടെ സർ. ഈ കരയുന്ന മുഖത്തോടെ പാർവതി പോയാ എനിക്ക് സമാധാനം കിട്ടില്ല. പ്രിയന് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? ഇനി എന്തിനാ കരയുന്നേ? എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോയാ മതി. ചിരിക്ക് പാർവതി. ഓ, ഇപ്പൊ സമാധാനമായി. പോയിക്കോട്ടെ സർ. ശരി.